ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്യൂട്ടി പാർലറിലൊക്കെ പോകാതെ തന്നെ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന് 2 ദിവസം മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഫേഷ്യലാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയാകാനായിട്ട് ചെയ്ത ഒരു ഫേഷ്യലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സിമ്പിൾ സ്കിൻ വൈറ്റനിങ് ഗ്ലോയിങ് ഫേഷ്യലിന് 3 സ്റ്റെപ്പാണ് നമ്മൾ കുറച്ച് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ. അപ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള കരിവാളിപ്പൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ടും ഈ ഒരു ഫേഷ്യൽ നല്ല റിസൾട്ട് തരുന്നതാണ്. അപ്പോൾ വേനൽക്കാലത്തെയൊക്കെ കടുത്ത ചൂടിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് സൺടാനൊക്കെ വരുന്നത് ഒരുപാട് പേര് പറയുന്നുണ്ട്. അതിനെയൊക്കെ തടയാനായിട്ടും സൗന്ദര്യം നിലനിർത്താനായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ്. അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് പപ്പായയാണ്. നല്ല പഴുത്ത പപ്പായ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഫ്രൂട്ടാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫ്രൂട്ട് ഫേഷ്യലിന് പപ്പായയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മിക്സിയിൽ അടിച്ച് അതിൻ്റെ പൾപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫേഷ്യലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ്. ഇതിലേക്കായിട്ട് പപ്പായ നന്നായിട്ട് ഉടച്ച് അത് കുറച്ചെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നമ്മുടെ ആവശ്യത്തിനുള്ള അത്രയും എടുക്കുക. അതിലേക്ക് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് 1 സ്പൂൺ പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ സിമ്പിൾ ക്ലെൻസർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ക്ലെൻസർ നമ്മുടെ കൈവിരൽ ഉപയോഗിച്ചിട്ട് വേണം ഫേസിൽ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാനായിട്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്നൊരു മസാജൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ചർമ്മം നന്നായിട്ട് ക്ലീൻ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊരു 2 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിത് തുടച്ചു മാറ്റാം. ഇത് സൺടാൻ മാറാനായിട്ട് നല്ല ഒരു ക്ലെൻസറാണ്. അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതും കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഫേഷ്യൽ മാത്രമല്ലാതെയും ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് നല്ലതാണ്. അത് ഡെയിലി ചെയ്യാവുന്നതാണ് ഈ ഒരു ക്ലെൻസിങ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മുടെ സ്ക്രബ് ആണ് അടുത്തായിട്ട് വേണ്ടത്. സ്ക്രബ് തയ്യാറാക്കാനായിട്ട് പപ്പായ ഉടച്ചിലേക്ക് 1 സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുരുഷന്മാർ മഞ്ഞൾപ്പൊടിക്ക് പകരം കസ്തൂരി മഞ്ഞൾ അവർക്ക് ചേർക്കാം, നല്ലതാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സ്ക്രബ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫേസിലും നെക്കിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് റൗണ്ടിൽ ഒരു 3-4 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ അഴുക്കും ചെളിയൊക്കെ അതൊക്കെ നന്നായിട്ട് പോയി കിട്ടാനായിട്ടും ഈ ഒരു സ്ക്രബിങ് സ്റ്റെപ്പ് ചെയ്യുന്നതിലൂടെ സാധിക്കും. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് വരുന്നതാണ്. സാധാരണ വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ തുടച്ചു മാറ്റാം. ഏത് വേണമെങ്കിലും ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് നമുക്ക് മസാജിങ് ആണ്. പപ്പായയുടെ പൾപ്പ് മാത്രമായിട്ടോ അല്ലെങ്കിൽ കുറച്ച് അലോവേര ജെല്ല് മാത്രമായിട്ടോ എടുത്തിട്ട് നന്നായിട്ട് ഫേസ് ഒന്ന് റൗണ്ടിലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചുളിവുകളൊക്കെ കുറയ്ക്കാനായിട്ട് ആ ഒരു സ്റ്റെപ്പ് സഹായിക്കുന്നുണ്ട്. അതിപ്പോൾ ഞാനിവിടെ കാണിക്കുന്നില്ല, നമുക്കത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ശ്രദ്ധിക്കാനുള്ളത് മസാജ് ചെയ്യുമ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് വേണം മസാജ് കൊടുക്കാനായിട്ട്. അടുത്ത സ്റ്റെപ്പ് ഫേസ് പാക്ക് അല്ലെങ്കിൽ ഫേസ് മാസ്ക് ആണ്. പാടുകളൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഈ പാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ പപ്പയയുടെ പൾപ്പും അല്പം ടൊമാറ്റോയുടെ പൗഡറും കൂടിയായിട്ടാണ് എടുക്കുന്നത്. ഇതിന് പകരം തക്കാളിയുടെ നീര് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ തേനും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ പാക്ക് റെഡിയായി. അപ്പോൾ ഇത് നമ്മൾ ഫേസിലും നെക്കിലും ഒക്കെ നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്യാം. ഞാനൊരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യുക. ഏകദേശം ഒരു 15-20 മിനിറ്റ് ഫേസിൽ വയ്ക്കുക. അതിനുശേഷം നമുക്ക് തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാം. ഫേഷ്യൽ പാക്ക് ഇടുമ്പോൾ അതിനുശേഷം സംസാരിക്കരുത് ഉണങ്ങി വരുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ല ഒരു ഗ്ലോയൊക്കെ നമ്മുടെ ഫേസിന് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ അലോവേര ജെല്ലൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഉടനെ ഒന്നും നമ്മൾ വെയിലത്തേക്ക് പോകാതിരിക്കുന്നതാണ് നമ്മുടെ റിസൾട്ട് നിലനിർത്താനായിട്ട് നല്ലത് കേട്ടോ. വെയിലത്ത് പോകേണ്ട സാഹചര്യത്തിൽ 1 മണിക്കൂറിന് ശേഷമൊക്കെ വെയിലത്ത് പോകണമെങ്കിൽ പോകാം. ആ ഒരു സമയത്ത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. ഈ ഒരു ഫേഷ്യൽ നമുക്ക് സ്കിൻ സോഫ്റ്റ് ആകാനായിട്ട് ഗ്ലോയിങ് ആക്കാനായിട്ടൊക്കെ സഹായിക്കും. നല്ല സ്കിൻ ബ്രൈറ്റ് ആകും. മാസത്തിൽ 2 തവണ നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പും അതുപോലെ തന്നെ ഏജും ഒക്കെ അനുസരിച്ച് ഇത് കൂട്ടിയും കുറച്ചുമൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഉടനെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.